റെഡ് അലർട്ടിനിടെ കാസർഗോഡ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിനോദയാത്ര ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിലിലെ 42 പേരാണ് വിനോദയാത്രയ്ക്ക് പോയത്. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസർമാർ അവരുടെ വില്ലേജ് പരിധിയിൽ ഉണ്ടാകണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. കെ.വി. ബൈജു വിവരങ്ങളുമായി. ബൈജു, വിനോദയാത്രയൊന്നും പ്രശ്നമില്ല, പക്ഷേ ഈ റെഡ് അലർട്ട് സമയത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകണമെന്ന നിർദ്ദേശം മറികടന്ന് ഒരു യാത്ര ഉണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികമായും വാർത്തയാണ്. അതും അഗുംബെ പോലൊരു സ്ഥലത്തേക്കാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിതീവ്ര മഴയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെല്ലാം റെഡ് അലർട്ട് കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അവരുടെ ജില്ലയിൽ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ വില്ലേജ് പരിധിയിൽ തന്നെ ഉണ്ടാകണം എന്ന കർശന നിയമം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കൂട്ടത്തോടെ, അതായത് ഹോസ്ദുർഗ് താലൂക്കിലെ മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരും ഈ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് നേരിടാൻ വേണ്ട അത്തരം ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടത്തോടെ ഇത്തരത്തിൽ വിനോദയാത്ര പോയിരിക്കുന്നത്. അതായത് ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിലാണ് ഇത്തരത്തിലൊരു വിനോദയാത്ര അഗുംബയിലേക്ക് സംഘടിപ്പിച്ചത്. ഈ വിനോദയാത്രയിൽ ഹോസ്ദുർഗ് തഹസിൽദാർ കെ.വി. ജയപ്രസാദ്, ഡെപ്യൂട്ടി തഹസിൽദാർ കെ. ബാബു, ജൂനിയർ സൂപ്രണ്ട്, അതായത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള ജൂനിയർ സൂപ്രണ്ട് തുളസി രാജ്, പിന്നെ വില്ലേജ് ഓഫീസർമാർ, ഇവരെല്ലാം ഇത്തരത്തിൽ 42 പേരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ളത്. അതായത് വലിയ തോതിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളം കെട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അതീവ ജാഗ്രതാ നിർദ്ദേശം നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിലെ മുഴുവൻ ഇത് നേരിടേണ്ട ഈ ഉദ്യോഗസ്ഥർ മുഴുവൻ ഇപ്പോൾ ഇത്തരത്തിൽ വിനോദയാത്രയ്ക്ക് പോയി എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ്. അതിശക്തമായ മഴ, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ കടലാക്രമണം, ഉയർന്ന തിരമാല, ഇത്തരത്തിൽ വലിയ തോതിൽ പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു സമയത്താണ് ഈ കൂട്ടത്തോടെയുള്ള ഇവരുടെ ഇത് ഏകോപനം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ അത് ഏകോപനം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് കൂട്ടത്തോടെ ഇത്തരത്തിൽ ഇപ്പോൾ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ സംഘം കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെട്ടത്. സ്റ്റാഫ് കൌൺസിൽ അംഗങ്ങൾ മുഴുവൻ പേരും ഈ വിനോദയാത്രയിൽ പോയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോ നാളെയോ ഇവർ തിരിച്ചെത്തുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അതിശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. മലയോര മേഖലകളിൽ പല കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇതിന് നേരിടേണ്ട, അല്ലെങ്കിൽ ഇതിന് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ ജില്ലയിൽ ഇല്ലാതിരിക്കുന്നത്. മുഴുവൻ ഉദ്യോഗസ്ഥരും 42 പേരും തഹസിൽദാർ ഉൾപ്പെടെ ഇപ്പോൾ ഈ വിനോദയാത്രയ്ക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ജില്ലാ കളക്ടർ ഏതെങ്കിലും തരത്തിൽ ഈ വിനോദയാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്നതാണ്. ഏതായാലും കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി റെഡ് അലർട്ട് കാസർഗോഡ് ജില്ലയിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിനോദയാത്രക്കോ അതെല്ലാം മാറി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല, അവധി പോലും എടുക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമുണ്ട്. അപ്പോഴാണ് ഈ റവന്യൂ സംഘം ഇത്തരത്തിൽ വിനോദയാത്ര പോയിട്ടുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നമുക്കൊരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ജില്ലാ കളക്ടർ കൂടി ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ? അങ്ങനെ അത്തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ പകരം ചുമതല നൽകണം. പക്ഷേ ഇത് കൂട്ടത്തോടെയാണ് പോയിട്ടുള്ളത്. മുഴുവൻ ഉദ്യോഗസ്ഥരും ഇപ്പോൾ പോയിട്ടുണ്ട്. എന്തെങ്കിലും ഏതൊരു തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായാൽ അതിന് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ജില്ലയിൽ ഇല്ലാതിരിക്കുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. ശ്രീജ, കെ.വി. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ്. ഇന്നും കനത്ത മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത്.